എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കണു. നമുക്കറിയാം ഈ കൊറിയൻ സ്കിൻ കെയർ റുട്ടീൻ, ഗ്ലാസ് സ്കിൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഭയങ്കര ട്രെൻഡായിരുന്നല്ലോ ഒരു സമയത്ത്. ഇപ്പോഴും ട്രെൻഡ് തന്നെയാണ്, എന്നാലും നമുക്കറിയാം ഒരു സമയത്ത് ഭയങ്കര ഒരു ക്രേസായിരുന്നു, ഭയങ്കര സംഭവമായിരുന്നു ഇത്. അപ്പോൾ എന്താ പറയുക, ഞാനും കുറേ കാലം തൊട്ട് ഇത് കേട്ടപ്പോൾ തുടങ്ങി ഞാനും കുറേ അവിടെ നിന്നൊക്കെയോ ഓർഡർ ചെയ്തിട്ട് ഞാനും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും നമ്മൾ പല പല പ്രോഡക്ട്സുകൾ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇതുവരെ ആയിട്ടും ഞാൻ യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് കൊറിയൻ ബ്രാൻഡിലത്തെ കൊറിയൻ ഒരു കുറച്ച് ടോണറുകൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം കേട്ടോ. അത് യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഉള്ളതാണ്. കുറച്ച് അധികം ഉണ്ട്, ഒരു അഞ്ചാറെണ്ണല്ലേ, ഒരു 6-7 ഉണ്ട് ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് ടോണർ എസൻസ് ആ ഒരു കാറ്റഗറിയിൽ വരുന്ന കുറച്ച് പ്രോഡക്ട്സുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അതെങ്ങനെയായിരുന്നു എനിക്ക് ഉപകാരപ്പെട്ടത് എന്നുള്ളതും കൂടി നമ്മൾ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നേരം വൈകാതെ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, ഇത് അറിയാത്ത ആരും തന്നെ ഉണ്ടാവില്ല. അത്രയ്ക്കും പോപ്പുലർ ആയിട്ടുള്ളൊരു സാധനമാണ് ഈ കോസാറെക്സിൻ്റെ അഡ്വാൻസ്ഡ് സ്നെയിൽ മ്യൂസിൻ പവർ എസൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്നെയിൽ മ്യൂസിൻ. ആ ഒരു ടോണർ എന്ന് പറയാൻ പറ്റില്ല, ടോണറിനേക്കാളും കുറച്ചും കൂടി ഒരു തിക്കാണ്, കുറച്ചും കൂടി ഒരു എന്താ പറയുക, ഒരു ഇത്രയും കൂടി തിക്കായിട്ടുള്ളൊരു സാധനമാണ് ഈ എസൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എന്നാലും ഈ കാറ്റഗറിയിൽ പെടുത്തിയെന്നുള്ളൂ കേട്ടോ. എനിക്ക് തോന്നുന്നു മിക്ക ആൾക്കാരുടെയും കയ്യിൽ ഇത് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്, കാരണം അത്രയും ഭയങ്കര ഇപ്പോൾ ഒന്നും കൂടി ട്രെൻഡായിട്ടുണ്ട് ഈ സംഭവം. ഇപ്പോൾ അത് വാങ്ങണ സമയത്തൊക്കെ നമ്മൾ ഒരു 1000 എത്രയ്ക്കോ 1000-ൽ മുകളിലായിരുന്നു പ്രൈസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ 900 ആ റേഞ്ചിൽ കിട്ടാനുണ്ട്, എല്ലായിടത്തും വാങ്ങാൻ കിട്ടുന്നുണ്ട് ഓഫറിൽ. അപ്പോൾ എന്താണ് ഈ സംഭവം, ഞാൻ യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഞാൻ കുറേ ബോട്ടിൽ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ കാണിക്കണ വെച്ചിട്ട് നമ്മൾ എല്ലാ ടോണറിനേക്കാളും കുറേ വട്ടം, എനിക്കറിയില്ല എത്രയോ ബോട്ടിൽ ഞാൻ വാങ്ങി യൂസ് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ്, അതിലൊരു സംശയമില്ല. പക്ഷേ ഞാനിപ്പോൾ അങ്ങനെ വലിയ കാര്യമായിട്ട് ഇത് യൂസ് ചെയ്യാറില്ല. കാരണം എന്താണെന്നും കൂടി പിന്നെ നമ്മൾ പറയാം. ഇത് സംഭവം വർക്കിംഗ് ആയിട്ടുള്ളൊരു സാധനം തന്നെയാണ്. അതായത് നല്ല പോലെ ഇത് എന്താണ് നമുക്ക് ആ ഒരു ഭയങ്കര ഹൈഡ്രേഷൻ, ആ ഒരു ഗ്ലോയിങ്, അല്ലെ അതേപോലെ തന്നെ ഭയങ്കരമായിട്ട് നമ്മുടെ മുഖം നല്ല സ്കിൻ ഭയങ്കരമായിട്ട് കുറച്ച് നാൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ നമ്മളുടെ ഫേസിൽ നല്ലൊരു ഹൈഡ്രേഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നതിൽ ഒരു സംശയമില്ല. പക്ഷേ ഇതുണ്ടല്ലോ, ഇത് മാത്രമാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ബാക്കിയുള്ള കുറേ സംഭവങ്ങൾ ഇതിനും ഈക്വൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇതിനേക്കാളും കുറച്ചും കൂടി പവർഫുൾ ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ നമ്മുടെ ഇതിലുണ്ട്. പക്ഷെ നമ്മൾ അതൊന്നും നമുക്ക് ഇതാണ് നമ്മൾ കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മറ്റുള്ള ബ്രാൻഡുകൾ അറിയാത്തതെന്നുള്ളതാണ് ഞാൻ പിന്നീട് കണ്ടുപിടിച്ചത്. അതുകൊണ്ട് തന്നെ ഇതിൽ പിന്നീട് വലിയൊരു ഇൻട്രസ്റ്റ് തോന്നിയിട്ടില്ല. പക്ഷെ സംഭവം കിടുവാണ്, നല്ല പോലെ റിസൾട്ട് ഉണ്ടാക്കുന്നുണ്ട്. കുറച്ച് കാലം നമ്മൾ യൂസ് ചെയ്യണം കേട്ടോ, ഒരു മിനിമം ഒരു 3 ആഴ്ചയെങ്കിലും യൂസ് ചെയ്യണം, അല്ലാണ്ട് നമുക്ക് ആ ഒരു ഡിഫറൻസ് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമാണ്. നല്ല പോലെ നമ്മുടെ ഫേസ് നല്ല ഹൈഡ്രേറ്റ് ആവും, നല്ല പോലെ ഗ്ലോയിങ് ആക്കുന്നതിൽ ഒരു സംശയവുമില്ല. വെർത്താണ്, വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോ, ഒരു കുഴപ്പമില്ല, വെർത്താണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ആദ്യത്തെ ഒരു ഇത് കേട്ടോ. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ അങ്ങനെ വലിയ കാര്യത്തിൽ ഞാൻ മേടിക്കാറില്ല. ഇത് ഞാൻ കുറച്ച് മുന്നേ മേടിച്ചതാണ്. ഇത് ഇപ്പോൾ ഏകദേശം ഇത്രയായിട്ട് ഞാൻ, പക്ഷേ ഇതങ്ങനെ വല്ലപ്പോഴൊക്കെ യൂസ് ചെയ്യാറുള്ളൂ. അതിന് പകരമായിട്ട് ഞാൻ വേറെ കുറേ മറ്റുള്ള ടോണറുകളാണ് യൂസ് ചെയ്യുന്നത്. അത് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ വഴിയെ പറയാട്ടെ. അപ്പോൾ ആദ്യത്തത് നമ്മളുടെ ഈ ഒരു പവർ എസൻസ് ആണ്. ഓക്കെ, അടുത്തത് ഈ ബ്യൂട്ടി ഓഫ് ജോസൺ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബ്രാൻഡിൻ്റെ ഒരു ജിൻസിങ് എസൻസ് വാട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോണറാണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടോണർ കൺസിസ്റ്റൻസിയിൽ വരുന്ന ഒരു എസൻസ് ആണ്. അത്രയ്ക്ക് വലിയ തിക്കും അല്ല, അങ്ങനെ ഒരു ടോണർ വിഭാഗത്തിലാണ് എനിക്ക് പെടുത്താൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മളിതിൽ ഇതാക്കിയിരിക്കണത്. ഇത് കണ്ടോ, ഈ ജിൻസിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹെർബ് ഉണ്ട്, ഒരു ഇതുണ്ട്, അതിൻ്റെ ഒരു എസൻസ് സംഭവം ഉള്ള ഒരു ടോണറാണ് കേട്ടോ. ഇത് കൂടുതലായിട്ട് നമുക്ക് എന്താ പറയുക, ഇറിറ്റേഷൻ ഉള്ള സ്കിൻ, അല്ലെങ്കിൽ കുറച്ചും കൂടി ആൻറ്റി ഏജിങ് അങ്ങനത്തെ ഒരു പർപ്പസിനുള്ള ഒരു സംഭവമാണ് ഈ ഒരു ജിൻസിങ് ടോണർ. ഇതുണ്ടല്ലോ, ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്, എന്താ പറയുക, നല്ല പോലെ എനിക്ക് ഡിഫറൻസ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു ബ്യൂട്ടി ഓഫ് ജോസണിൻ്റെ ഈ ഒരു ജിൻസിങ് വാട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടോണർ കേട്ടോ. നമ്മൾ ഇത്രയ്ക്ക് യൂസ് ചെയ്തിട്ടുള്ളൂ, കുറേ കാലം യൂസ് ചെയ്യാൻ പറ്റും. ഇത് വാങ്ങിയാൽ തന്നെ കുറേ കാലം യൂസ് ചെയ്യാൻ പറ്റും, മിനിമം ഒരു 4 മാസമൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അത്രയ്ക്കും കുറേ കാലം നീണ്ടു നിൽക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇതുണ്ടല്ലോ, ഇത് എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാര്യമായിട്ട് മാറ്റം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ടോണറാണ് കേട്ടോ. ഞാൻ മാക്രോണിൽ നിന്ന് മേടിക്കാറുണ്ട്, ആമസോണിൽ നിന്ന് മേടിക്കാറുണ്ട്. ഞാൻ എവിടെ നിന്ന് മേടിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നമുക്ക് ട്രസ്റ്റ് ചെയ്ത് മേടിക്കാവുന്ന തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. ആമസോണിൽ ചിലവർ പറയും ഫേക്ക് ആണെന്ന്, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല.
അപ്പോൾ ഇതുണ്ടല്ലോ, ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് നമുക്ക് കൂടുതലായിട്ടും നമുക്ക് ആൻറ്റി ഏജിങ് ഒരു 35+ അല്ലെങ്കിൽ ഒരു 30+ മുകളിലുള്ള അവരൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫേസിൽ നല്ലൊരു ഞാൻ പറയുന്നത് ഉടനെ തന്നെ നമ്മുടെ ഫേസ് ഭയങ്കര യങ് ആവും അങ്ങനെയല്ല, പക്ഷെ എന്നാലും ഒരു വിസിബിൾ ഒരു ചേഞ്ച്, നമുക്കൊരു ഒരു ഗ്ലോയിങ് ഒരു എഫക്റ്റൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടി നമുക്കൊരു ഇറിറ്റേറ്റഡ് സ്കിന്നാണ് നിങ്ങളുടെ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഒരു 30+ ഒക്കെയാണ് ഒരു ആൻറ്റി ഏജിങ് റൂട്ടീൻ തുടങ്ങണം എന്നുള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന ഒരു ടോണറാണ് ഈ ബ്യൂട്ടി ഓഫ് ജോസൻ്റെ ഈ ഒരു ടോണർ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ് മറ്റേനേക്കാളും, അതായത് നമ്മളുടെ കോസാറക്സിൻ്റെ സംഭവത്തിനേക്കാളും കുറച്ചും കൂടി എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് ഇത്. അപ്പോൾ ഇതെനിക്ക് എന്തായാലും ഭയങ്കര ഫേവററ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ ഇത്, ബ്യൂട്ടി ഓഫ് ജോസൻ്റെ ഈ ഒരു എസൻസ് വാട്ടർ. ഓക്കെ, അടുത്തതാണ് ഈസിൻട്രി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെ ഹൈലറോണിക് ആസിഡ് ടോണർ പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടോണർ കേട്ടോ. ഇത് കണ്ടോ, ഇത് കാലിയായിട്ടുണ്ട് സംഭവം. ഇത് ഒരു നോർമൽ ഒരു ഹൈലറോണിക് ആസിഡ് ടോണർ ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അല്ല, സംഭവം അല്ല. നിങ്ങൾ മറ്റുള്ള ഗ്ലോയിങ് എന്നൊക്കെ കേട്ടിട്ട് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇത് സംഭവമാണെന്ന് അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ വാങ്ങുക, അങ്ങനത്തെ ഒരു സംഭവം ഇതല്ല. ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് ഇതിൽ എവിടെയും ഗ്ലോയിങ്ങോ പ്ലംബിങ്ങോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. വെറും പ്ലെയിൻ ആയിട്ടുള്ളൊരു ഹൈലറോണിക് ആസിഡാണ് സംഭവം. അതിലൊരു ടോണർ പ്ലസ് എന്നും കൂടി കൊടുത്തിട്ടുണ്ട്, കുറച്ചധികം ഹൈലറോണിക് ആസിഡ് ഉണ്ട്. പക്ഷേ ഉണ്ടല്ലോ, എൻ്റെ ഫേസിൽ ഒരു ഭയങ്കര ചേഞ്ച് കൊണ്ടുവന്ന സാധനമാണ് ഈ സാധനം. ഇത് ഞാൻ 100% നിങ്ങൾക്ക് എഴുതി ഒപ്പിട്ട് തരാം, അത്രയ്ക്കും നമുക്ക് ഡിഫറൻസ് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. നമ്മുടെ ഫേസ് ഒരു പ്രത്യേകതരം ഗ്ലോ, അല്ലെങ്കിൽ എന്താ പറയുക, ഭയങ്കരമായിട്ടൊരു ചേഞ്ച് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു സാധനമാണ് ഈസിൻട്രിയുടെ ഈ ഒരു ഹൈലറോണിക് ആസിഡ് ടോണർ പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ സാധനം. കണ്ടത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് തീർത്തിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ള എൻ്റെ 2-3 ഫ്രണ്ട്സിൻ്റെയും അവരുടെ ഒക്കെ നല്ലപോലെ വിസിബിൾ ചേഞ്ച് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് കേട്ടോ. ഇത് ഞാൻ എന്താ പറയുക, ഇതിൻ്റെ ടോണർ എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ടോണർ പ്ലസ്സും ഉണ്ട് ടോണറും ഉണ്ട്, നോർമലും ഉണ്ട്. ആ ടോണർ എനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല, പക്ഷേ ഈ ടോണർ പ്ലസ് അടിപൊളിയാണ്, ഒരു സംശയമില്ല. നിങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ വേറെ മറ്റുള്ള ടോണറുകളോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്താലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. ഇത് യൂസ് ചെയ്തിട്ട് ആദ്യം ഇത് യൂസ് ചെയ്തിട്ട് അതിനുശേഷം നിങ്ങൾക്ക് മറ്റുള്ള ടോണറുകൾ യൂസ് ചെയ്യാം, അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. സംഭവം അടിപൊളിയാണ്. ഓക്കെ, അടുത്തത് നമ്മുടെ ഇൻ്റർനെറ്റ് മൊത്തം ഇപ്പോൾ അടക്കി ഭരിക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു ടോണർ. അതായത് അനുവ ഹാർട്ട് ലീവ് 77% സൂത്തിങ് ടോണർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടോണർ കേട്ടോ. ഇത് നമുക്ക് എന്താ പറയുക, ഭയങ്കര വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടോണറാണ്. ഇത് ജസ്റ്റ് ഒരു ടോണറായിട്ടാണ് എനിക്കൊരു ഫീൽ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ വലിയ ഈ ഒരു 3 ആഴ്ച ഞാനൊരു 3 ആഴ്ചയായിട്ട് യൂസ് ചെയ്തിട്ടാണ്, ഒരു 3 ആഴ്ച ആയിണ്ടാവും തോന്നുന്നു. അത്രയായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. ഡെയിലി നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്താ പറയുക, ഒരു ജസ്റ്റ് ഒരു ടോണർ ഇതിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നേക്കാളും മറ്റുള്ള ടോണറിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എഫക്റ്റ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ മറ്റുള്ളതൊക്കെ ഭയങ്കര ഹൈഡ്രേറ്റ് ചെയ്യും, നമ്മളെ ഫേസ് ഭയങ്കരമായിട്ട് പ്ലംബി ആക്കും, ഭയങ്കരമായിട്ട് നമുക്കൊരു എന്തോ നമ്മുടെ ഫേസിൽ ഇട്ടിട്ടുണ്ട്, നമുക്ക് ആ ഒരു ഫീൽ ഉണ്ടാവും. പക്ഷേ ഇത് നമുക്കുണ്ടല്ലോ, എനിക്ക് തോന്നിയ കാര്യമാണ്, ഈ 3 ആഴ്ച യൂസ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസിലാണ് ഞാൻ പറയണത്. നമുക്കൊരു വളരെ ഒരു വെള്ളം പോലത്തെ ഒരു സംഭവമാണ്, ഭയങ്കര ഒരു ഭയങ്കര വാട്ടറി ആയിട്ടുള്ളൊരു സംഭവമാണ്. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കങ്ങനെ ഒരു പ്ലംബി എഫക്റ്റോ ഹൈഡ്രേറ്റിംഗ് എഫക്റ്റോ അങ്ങനെയൊന്നുമില്ല. നമുക്കിങ്ങനെ ഈ ഭയങ്കര ആക്നി പ്രോൺ അല്ലെങ്കിൽ ഭയങ്കര ഇറിറ്റേറ്റഡ് സ്കിൻ, ഭയങ്കരമായിട്ട് അങ്ങനത്തെ സ്കിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ യൂസ് ആവുമെന്നാണ് പറയണത്. പക്ഷേ എനിക്ക് അങ്ങനെ വലിയ എഫക്റ്റൊന്നും ഈ 3 ആഴ്ച കൊണ്ട് തോന്നിയിട്ടില്ല. ഇനി ഞാൻ കുറച്ചും കൂടി യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. ഇനി അവിടെ നിങ്ങളുടെ എനിക്കറിയില്ല എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇതുവരെ യൂസ് ചെയ്തതിൽ എനിക്ക് അങ്ങനെ വലിയ വിസിബിൾ ചേഞ്ച് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. ഫേസിൽ അങ്ങനെ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഇരിക്കുമ്പോൾ അങ്ങനെ ഭയങ്കര സൂത്തിങ് ആയിട്ട് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. നോർമൽ ആയിട്ടുള്ള ഒരു ടോണറാണ് എനിക്ക്, അങ്ങനെയാണ് തോന്നിയിട്ടുള്ളൂ. സംഭവം ഈ അനുവയുടെ ഈ ഹാർട്ട് ലീഫ് 77% സൂത്തിങ് ടോണർ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇനി നോക്കാം, ഇനി അവിടുന്ന് അങ്ങോട്ട് എന്താ ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ഇതുവരെ ഉള്ളതിൽ ഓക്കെ, ഒരു നോർമൽ ടോണർ എന്നുള്ളൊരു ഇതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അടുത്തത് ഈ ഒരു ടോണി മോളി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ വണ്ടർ സെറമൈഡ് മോച്ചി ടോണർ, ടോണി മോളിയുടെ ഈ ഒരു സംഭവമാണ് കേട്ടോ. ഇത് നമ്മൾ കുറേ കാലം, എത്ര 5 മാസമൊക്കെ മേടിച്ച് 2 നേരം കയ്യിലും കാലിലൊക്കെ തേച്ചിട്ടും ഇത് കണ്ട ഇത്രേ ആയിട്ടുള്ളൂ, നമ്മൾ തീർക്കാൻ പറ്റിയിട്ടില്ല, അത്രയ്ക്കും ക്വാണ്ടിറ്റിയാണ് നമുക്ക്. ഇതെല്ലാം നമ്മൾ കാണിക്കുന്നത് എല്ലാതും തന്നെ ഓൾമോസ്റ്റ് 1000 രൂപയുടെ അടുത്ത് വരുന്നുണ്ട് കേട്ടോ പ്രൈസ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങളൊരു ബിഗിനറാണ്, ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്യണം, നിങ്ങളൊരു കോളേജ് പോകുന്ന ഒരാളാണ്, അല്ലെങ്കിൽ നമുക്ക് റെഗുലറായിട്ട് വലിയ സ്കിന്നിനൊന്നും പ്രോബ്ലം ഒന്നുമില്ല, ആ ഒരു ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ എന്തെങ്കിലും നമുക്കൊരു വളരെ ഡീസൻ്റ് ആയിട്ടുള്ളൊരു ടോണർ വേണമെന്നുണ്ടെങ്കിൽ
ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അല്ലാണ്ട് വലിയ വാവ് അങ്ങനെ പറയാനൊന്നുമില്ല, കുഴപ്പമില്ലാത്തൊരു ടോണർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തതിൻ്റെ അത്രയ്ക്കൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഒരു ഡീസൻ്റ് ആയിട്ടുള്ളൊരു സംഭവം. മറ്റേ അനുവിൻ്റെയൊക്കെ കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് യൂസ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ഇട്ടാൽ മതി. അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. കുറച്ചധികം നമുക്ക് ഹൈഡ്രേറ്റ് ചെയ്യുന്നുണ്ട്, അതിലൊരു സംശയമില്ല. ഹൈഡ്രേറ്റ് ചെയ്യുന്ന വളരെ ഒരു നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സെറമൈഡ് ടോണർ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഒരു എന്താ പറയുക, ഒരു ഹൈഡ്രേറ്റിംഗ് ഒരു എഫക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ടോണറായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഈ ഒരു ടോണി മോളിറ്റ. ഓക്കെ, അടുത്തതാണ് ഈ ഒരു നംബൂസിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡ്, അങ്ങനെ തന്നെയാണ് പറയാൻ തോന്നുന്നു. നംബൂസിൻ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ഈ ഒരു നമ്പർ 3 ഈ ഒരു സൂപ്പർ ഗ്ലോയിങ് എസൻസ് എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ. ഇതിൻ്റെ പേര് പോലെ തന്നെ സംഭവം കിടുവാണ് കേട്ടോ. എനിക്ക് നല്ലപോലെ ചേഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഇതിലെ ഇൻഗ്രീഡിയൻസ് വരുന്നത് ഭയങ്കര ഫെർമെൻറ്റഡ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇത് സ്യൂട്ടാവില്ല ചിലപ്പോൾ, എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് പക്ഷേ നല്ല പോലെ വർക്ക് ചെയ്തിട്ടുണ്ട്, നല്ല പോലെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എൻ്റെ സ്കിന്നൊക്കെ നല്ല ഈ പറഞ്ഞ പോലെ തന്നെ ഗ്ലോയിങ് ആക്കാനും അതേപോലെ തന്നെ നല്ല ഹൈഡ്രേറ്റിംഗ് പെർഫെക്റ്റ് ആയിരുന്നു. ഇത് യൂസ് ചെയ്യണ സമയത്ത് നല്ലതായിരുന്നു. ഇത് യൂസ് ചെയ്യുമ്പോൾ നല്ല ഈ പറയണ ഇതൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ തന്നെ ഒരു സിറമും ഉണ്ട് കേട്ടോ, അതും അടിപൊളിയാണ്, നല്ലതാണ്. ഇനി ഇതേപോലെ സിറത്തിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. നമ്മളും കുറേ ഈ പറഞ്ഞ പോലെ സിറമൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതും അടിപൊളിയാണ്, ഒരു സംശയമില്ല. കാശ് കൊടുക്കണതിന് മുടക്കണതിന് വാല്യൂ ഉണ്ട്. അപ്പോൾ ഈ നമ്പർ 3 കിടുവാണ്. ഓക്കെ, അടുത്തത് ഈ ഒരു കോസാറക്സിൻ്റെ പ്രൊപ്പോളിസ് സിനർജി ടോണർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോണറാണ് കേട്ടോ. ഇതിൽ പ്രൊപ്പോളിസ് എക്സ്ട്രാക്ട്, ഹണി എക്സ്ട്രാക്റ്റ് എന്നൊക്കെ സംഭവങ്ങളൊക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു ടോണറാണ് ഇത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മിനി ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ബോട്ടിലൊന്നും എൻ്റെ അടുത്തില്ല കേട്ടോ. അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് നല്ലപോലെ നമ്മളുടെ ഫേസ് നല്ലപോലെ നല്ല എന്താ പറയുക, ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഹൈഡ്രേറ്റിംഗ് എഫക്റ്റ്, നല്ലപോലെ ഗ്ലോയിങ് ആവുന്നൊക്കെ എനിക്ക് ഫീൽ ചെയ്തുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഈ മിനി മേടിച്ചാൽ തന്നെ 1.5 മാസം 2 മാസം ഉണ്ടാവും കേട്ടോ. അതാണ് ഒരു പ്രത്യേകത. അപ്പോൾ അതിൻ്റെ വലിയത് ഞാൻ ഓർഡർ ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ എഫക്റ്റും എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ്. നല്ലൊരു ടോണറാണ്. നല്ലപോലെ ഫേസ് നല്ല ഹൈഡ്രേറ്റ് ആക്കും, നല്ല ഗ്ലോയിങ് ആക്കും, ഒരു സംശയമില്ല. നല്ല ഫേസ് നല്ലപോലെ നമുക്ക് സ്യൂട്ട് ആവുന്നുണ്ട്. എനിക്ക് ഒരു പ്രോബ്ലം വന്നിട്ടില്ല. നമ്മുടെ കോസാറക്സിൻ്റെ ചിലപ്പോൾ എല്ലാവർക്കും മറ്റേ സ്നെയിൽ മ്യൂസിൻ ഉണ്ടല്ലോ, അതെല്ലാവർക്കും സ്യൂട്ട് ആവില്ല കേട്ടോ. ചിലവർക്കൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ ബംസ് പോലെ ഇങ്ങനെ ഫേസിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ എനിക്ക് ഇതങ്ങനെ യൂസ് ചെയ്തപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഈ നമ്മൾ കുറച്ചധികം സമയം യൂസ് ചെയ്യണം ഈ ഒരു കോസാറക്സിൻ്റെ സംഭവം നമ്മുടെ ഫേസിൽ സ്യൂട്ട് ആവാൻ. എല്ലാവർക്കും അത് സ്യൂട്ട് ആവില്ല എന്ന് എനിക്ക് ഫീൽ ചെയ്തേക്കണത്. പക്ഷേ ഇതെനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ഇത് അത്യാവശ്യം നല്ല ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള നല്ലൊരു ടോണറായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നല്ലപോലെ ചേഞ്ചും എനിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ്. ഓക്കെ, അടുത്തതിൻ്റെ ഒന്നും ബോട്ടിൽ എൻ്റെ കയ്യിലില്ല കേട്ടോ. പക്ഷെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതൊക്കെ ഞാനത് കഴിഞ്ഞതിന് ശേഷമൊക്കെ ദൂരെ കളയുക ചെയ്ത്. ഇതൊക്കെ ഞാൻ അവിടെയൊക്കെ സൂക്ഷിച്ചറിഞ്ഞ് പറക്കി കൊണ്ടുവന്നതാണ്. അപ്പോൾ അത് സൂക്ഷിച്ച് വെക്കാത്തതുകൊണ്ട് തന്നെ എൻ്റെ അടുത്തില്ല. പക്ഷേ നമ്മൾ പല വീഡിയോയിലും പണ്ടത്തൊക്കെ വീഡിയോയിലൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു ഐ എം ഫ്രം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെ ഒരു റൈസ് ടോണർ, ഒരു വെളുത്തിട്ടിരിക്കും. അതിൻ്റെ ഭയങ്കര ഒരു വെളുത്ത ഒരു കളറിലുള്ള ഒരു മിൽക്കി ടോണറാണ്. ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള സംഭവം. ഭയങ്കര റൈസ് ടോണർ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഗ്ലോയിങ് ആക്കും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഞാനൊരു 1-2 ബോട്ടിലൊക്കെ യൂസ് ചെയ്തിട്ടും അങ്ങനെ വലിയൊരു വിസിബിൾ ചേഞ്ചൊന്നും എനിക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല ഈ റൈസ് ടോണർ. എനിക്കങ്ങനെ ഫീൽ ചെയ്തു കേട്ടോ, എനിക്കറിയില്ല. പിന്നെ അത് മാത്രമല്ല ഭയങ്കര എക്സ്പെൻസീവാണ്. ഭയങ്കര എക്സ്പെൻസീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഒരു കുഞ്ഞു ബോട്ടിലിന് തന്നെ എത്രയോ 800 അങ്ങനെ 900 അങ്ങനെ ആ ഒരു റേഞ്ചിലാണ് വരുന്നത്, ഒരു 30 ml ബോട്ടിലിന് തന്നെ. അപ്പോൾ എനിക്ക് തോന്നുന്നു വലിയ ബോട്ടിലിന് തന്നെ 1800-2000 അടുത്ത് വരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ കാണിച്ചതൊക്കെ ഏകദേശം 1300 1200 അടുത്താണ് വരുന്നത്. പക്ഷെ അത് ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ചെറിയ ബോട്ടിൽ 30 ml 2 ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് യൂസ് ചെയ്തിട്ട് എനിക്ക് അങ്ങനെ വലിയ കാര്യത്തിലൊന്നും ഭയങ്കര ഗ്ലോയിങ് അങ്ങനെ ഒരു ഹൈഡ്രേറ്റിംഗ് ആക്കുന്ന, ഇപ്പോൾ നമ്മൾ ഈ കാണിച്ച ടോണറുകളെ പോലെയൊക്കെ തന്നെ ഒരു ഹൈഡ്രേറ്റിംഗ് ആക്കുന്ന പോലത്തെ ഒരു ടോണറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ വേറെ ഒരെണ്ണം നമ്മൾ യൂസ് ചെയ്തത് ഈസിൻട്രിയുടെ ഒരു AHA BHA ഒരു ടോണർ ഉണ്ട് സംഭവം. ഞാൻ അത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എക്സ്ഫോളിയേറ്റിംഗ് ടോണർ യൂസ് ചെയ്യണമെന്നുണ്ട്, അതിപ്പോൾ നമുക്കിപ്പോൾ സാധാരണ ഓർഡിനറിയുടെ പിക്സിയുടെ ഒക്കെ യൂസ് ചെയ്താലും മതിയാവും. അത് വാങ്ങിയിട്ട് ഇപ്പോൾ പ്രത്യേകിച്ച് എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല. സാധാരണ നമ്മളിപ്പോൾ ഒരു
ഗ്ലൈക്കോളിക് ആസിഡ് ടോണറൊക്കെ യൂസ് ചെയ്താലുള്ള ഒരു എഫക്റ്റ് തന്നെയാണ് അതിൽ എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ അത്രയും പൈസ കൊടുത്തിട്ട് വാങ്ങിയിട്ട് എനിക്ക് അങ്ങനെ വലിയ സംഭവമായിട്ടൊന്നും തോന്നിയില്ല. ഇതാണ് ഞാൻ കൂടി ഞാൻ കൊറിയൻ ബ്രാൻഡിലത്തെ ടോണറുകൾ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, നമ്മളിനി ഇത്രയും ടോണറുകളൊക്കെ യൂസ് ചെയ്തു, ഏത് ടോണറാണ് നല്ലത്, അല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് ഏതെങ്കിലും ഒന്ന് സജസ്റ്റ് ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് ഇഷ്ടപ്പെട്ട 3 എണ്ണം തൽക്കാലം ഞാൻ 3 എണ്ണം കാണിക്കാം. ഇത്രയും ഉണ്ട്, എല്ലാം ഞാൻ പറഞ്ഞല്ലോ പല പല മിക്സഡ് അഭിപ്രായങ്ങളാണ്. എന്നാലും ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം കാണിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സംഭവങ്ങൾ ഞാൻ കാണിക്കാം. എനിക്ക് ഈ കാണിക്കുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഈ ഒരു സംഭവമാണ്, ഈസൻട്രി ഹൈലറോണിക് ആസിഡ് ടോണർ പ്ലസ്. ഇതിലെവിടെയും ഗ്ലോയിങ് അടിപൊളിയാക്കും സൂപ്പർ അങ്ങനെയൊന്നും എഴുതിയിട്ടില്ല, വലിയ സംഭവങ്ങളൊന്നുമില്ല. പ്ലെയിൻ ആയിട്ടുള്ള ഹൈലറോണിക് ആസിഡാണ് ഈ സംഭവം. പക്ഷേ നമ്മളുടെ സ്കിന്നിൽ ഭയങ്കര മാജിക് പോലെ എന്തൊക്കെയോ സംഭവങ്ങൾ എനിക്ക് തോന്നി. അങ്ങനത്തെ ഒരു സംഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു സാധനമാണ് ഈ ഒരു ഈസൻട്രി. എന്താ അറിയില്ല, അങ്ങനെ എനിക്ക് എന്തോ ഇത് ഭയങ്കരമായിട്ട് ഫേസിൽ ഭയങ്കര ഒരു മാജിക് പോലെ ഭയങ്കര ആ ഒരു സമയത്ത് എൻ്റെ സ്കിൻ എൻ്റെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടിരിക്കണ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു സമയമായിരുന്നു ഇത് യൂസ് ചെയ്യണ സമയത്ത് കേട്ടോ. ഓക്കെ, അടുത്തത് 2 എണ്ണം. ഈ 2 എണ്ണം ഒരേപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു ബ്യൂട്ടി ഓഫ് ജോസൻ്റെ ഈ ഒരു ജിൻസിങ് വാട്ടർ എസൻസും അതേപോലെ തന്നെ ഈ നമ്പർ 3 നമ്പൂസൻ ഈ ഒരു ബ്രാൻഡിൻ്റെയും എനിക്ക് ഈക്വലി ഓക്കെ ആയിട്ട് തോന്നിയിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഒരു അത്യാവശ്യം നല്ല ഹൈഡ്രേറ്റിംഗ് അതേപോലെ തന്നെ ഒരു ഗ്ലോയിങ് അല്ലെങ്കിൽ ഒരു ആൻറ്റി ഏജിങ്ങിനൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം, അല്ലെങ്കിൽ ഭയങ്കര ഫേസിൽ ഭയങ്കരമായിട്ട് ഈ പറഞ്ഞ പോലെ ബ്ലാക്ക് മാർക്സ് പോവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മാത്രം യൂസ് ചെയ്തുകൊണ്ട് പോവില്ല കേട്ടോ. ഞാൻ ഒരിക്കലും പറയില്ല ഇത് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പിഗ്മെൻറ്റേഷൻ പോവും, ഭയങ്കരമായിട്ട് മാറും, കുരുക്കളൊക്കെ പോയി, അങ്ങനെയൊന്നും പറയില്ല. പക്ഷെ നല്ല പോലെ ഇരിക്കും, നമ്മുടെ ഫേസ് ഭയങ്കര ഒരു പ്രത്യേക ഇതിലായിട്ട് ഇരിക്കും. നമ്മൾ മറ്റുള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ കിട്ടാത്തൊരു സംഭവം ഇത് യൂസ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയണത്. അപ്പോൾ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ഈ ഒരു നമ്പൂസനും ഈ ഒരു ബ്യൂട്ടി ഓഫ് ജോസനും കേട്ടോ. അടുത്തത് ഇത് രണ്ടുമാണ് കേട്ടോ, ഈ കോസാറക്സിൻ്റെ ഈ ഒരു സ്നെയിൽ മ്യൂസിൻ എസൻസും അതേപോലെ തന്നെ ഈ ഒരു കോസാറക്സിൻ്റെ ഈ ഒരു പ്രപ്പോളിസ് എനർജി ടോണറും. സംഭവം രണ്ടും എനിക്ക് എന്താ പറയുക ഒരു ഈക്വലി ഒരു സംഭവമായിട്ട് തോന്നിയിട്ടുണ്ട്. മറ്റത് 3 എണ്ണം കുറച്ചും കൂടി എനിക്കൊരു ഭയങ്കര ഒരു ഇതാണെന്നുണ്ടെങ്കിൽ ഇത് കുഴപ്പമില്ല, വാങ്ങിച്ചുകൊണ്ട് നഷ്ടം വരില്ല, അങ്ങനത്തെ ഒരു സംഭവമാണ്. ഇത് എനിക്ക് കുറച്ചും കൂടി ഇതിനേക്കാളും കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടു, എന്താ അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിയ നഷ്ടമൊന്നും വരില്ല, എന്തായാലും നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് ഒക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നമ്മുടെ ഫേസിലൊക്കെ നല്ല ആ ഒരു കുരുക്കളൊക്കെ എന്നുണ്ടെങ്കിൽ അതൊക്കെ പോകാനൊക്കെ വേണ്ടി സഹായിക്കും ഇത് ഓരോന്നായിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ. നിങ്ങൾക്ക് ഇതുപോലെ സിറത്തിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നമ്മൾ വീഡിയോ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അടുത്ത വീഡിയോ കൂടി കാണാം.